ഗൈസ്, നമ്മൾ നേരത്തെ കണ്ട ആട്ടുംകാല് സൂപ്പിൽ നിന്ന് കാലുകൾ മാറ്റിയിട്ട് ഒന്ന് മസാല റെഡിയാക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ശേഷം ഉലുവ ഇട്ടു. ഉലുവ ഇട്ടതിന് ശേഷം നമ്മളെന്തെങ്കിലും ഉള്ളിയല്ലേ, വലിയ ഉള്ളി, ഞാനതിന് വേണ്ടി എടുത്ത 2 വലിയ ഉള്ളിയാണ്. ഒന്ന് വഴറ്റി വരുന്നത് നമുക്ക് നല്ലോണം വഴറ്റി വരുന്നത്, കുഴഞ്ഞ് വരുന്നത് ബ്രൗൺ കളറിലേക്ക് മാറും. അതുവരെ നമ്മൾ ഇത് ഇറക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം തക്കാളി ഇട്ട് കൊടുക്കുക. നനവ് വരും. 2 തക്കാളി 2 വലിയ ഉള്ളി ഞങ്ങൾക്ക് എടുത്തുള്ളത്. ഏകദേശം നമ്മൾ വെളുത്തുള്ളി ഇട്ടെടുത്തു. ചെറിയ കഷ്ണങ്ങളാക്കി ചതച്ചതാണ്. പിന്നെ നമ്മൾ ഇഞ്ചി ഇട്ടെടുത്തതാണ്. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. 5 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ കയറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം മാറണം. അത് വഴറ്റി വരണം. വഴറ്റി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണം മാറും. മസാലയും മഞ്ഞൾപ്പൊടി, നമ്മളതിൽ ഉള്ളിയിട്ട് ലേശം ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മളൊരു സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിനിടാം. പിന്നെ നമ്മളൊരു സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഗരം മസാല ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ ലേശം ഇത്ര അളവിൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കൂടി ഒന്ന് മിക്സാക്കാം. ഇപ്പോൾ ചാനലിൽ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതാണ്. ഇതുള്ളത് നമ്മളിതിങ്ങനെ ആക്കിയതിന് ശേഷം ഇതിലുള്ള കാല് നമ്മൾ ഇതിലിടും. പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല ലേശം ഇടണം. പിന്നെ വെന്ത് വരുമ്പോൾ മല്ലിപ്പൊടി നമ്മളിടും. കറിവേപ്പിൻ്റെ ഇല ഇട്ടും ഒരു 3 അല്ലി 4 അല്ലി കറിവേപ്പില ഇട്ട് നമ്മൾ നേരത്തെ ഇറക്കി വെച്ച സൂപ്പിൽ നിന്ന് അതിൻ്റെ സൂപ്പ് നമ്മൾ ഇതങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇതങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇന്ന് കാലുകൾ നമ്മൾ ഇത് മാറ്റി ഇതിലേക്ക് ഇട്ട് ചെയ്യാം. ഇതിട്ട് വെക്കുമ്പോൾ സാറാണ് ഇതാ നമുക്ക് അതായത് കൊള്ളൂല എന്നാണ് തോന്നുന്നത്. ചെറിയ ചെമ്പായിട്ടുണ്ട്. ഓരോ പീസ് ഇങ്ങനെ വാരി ഇതിലേക്ക് ഇടുക. ഇനി അതിൻ്റെ വെള്ളയിൽ വെള്ളത്തിലിരുന്ന് അത് കുറച്ച് തിളക്കണം. കുറച്ച് തിളച്ച് വരണം. എന്നിട്ട് നല്ലോണം അതിൽ നല്ല അലിഞ്ഞ് ചേരണം. അതുവരെ അത് ഫുള്ളായിട്ട് വെന്ത് ഇതിൽ ചേരുന്നത് വരെ നമ്മളിത് തിളപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് തിളപ്പിച്ച്
ലാസ്റ്റ് ഇത് വറ്റണം ഈ വെള്ളമൊക്കെ, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഇതിൽ പിടിക്കുകയുള്ളൂ. അതുവരെ തിളക്കാൻ വേണ്ടി വെക്കാം നമുക്ക്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ സൂപ്പ് കുറച്ച് നേരം തിളച്ച്, ഒരു മണിക്കൂറോളം തിളച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ ഇടാൻ മറന്നത് വെച്ചാൽ 2 സാധനം ഉണ്ടായിരുന്നു. ആവശ്യത്തിന് ഉപ്പിടണം, പിന്നെ ലേശം മല്ലിച്ചപ്പ് ഇടണം. അതും കൂടി ഇട്ട് കുറച്ച് നേരം തിളച്ചാൽ പോത്തുകാല് സൂപ്പ് റെഡിയായി. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ അല്ലാണ്ട് വെക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഞാൻ വെക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വിളമ്പാം. സെർവ് ചെയ്തിട്ടുണ്ട്. കൂടി ചോറ് കൂട്ടി അടിക്കാം. ബാക്കിയുണ്ട്. അപ്പോൾ അത് തിന്നണമെങ്കിൽ ചൂടാറണം. ചൂടായാലേ കഴിക്കാൻ പറ്റുള്ളൂ. അതിങ്ങനത്തെ അതുണ്ടോ, അത് മജ്ജാണ് സാധനം. എടുത്തിട്ട് മജ്ജ പോയിട്ട് കുറച്ച് മജ്ജ പറ്റി കഴിക്കുക. സൂപ്പറാണ്, നല്ല രസമുള്ള ടേസ്റ്റാണ്. നെയ്യിൻ്റെ ഇതും മജ്ജൻ്റെ ടേസ്റ്റ് ചെയ്താൽ വേണ്ടിയിട്ട് നല്ലത്. ഇതിലേക്ക് പത്തിരി ഉണ്ട്. പത്തിരി എടുത്തിട്ട് ഇതാ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇതങ്ങനെ വെച്ചാൽ. ഹലോ ഗായ്സ്, ഞാൻ തിന്ന് ഈ പരുവത്തിലേക്കാണ്.